ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഈസി ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്കായിട്ട് നമുക്ക് ലൈം ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആദ്യം തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഒരു ബിഗ് സൈസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്കായിട്ട് അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, തൈര് നമുക്കൊരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഇനി അതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. നമുക്ക് കുറച്ചോ അല്ലെങ്കിൽ മുഴുവനായിട്ടാണെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ എന്ന പോലെ നമ്മൾ ബിരിയാണിക്കാണല്ലോ ചെയ്യുന്നത്. നമുക്കൊരു ലിഡ് ഉപയോഗിച്ചിട്ട് മൂടി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള സവാള മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതലോ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്നട്ടും റൈസിൻസും അതിലിട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്തതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ രണ്ടും കൂടി കരിഞ്ഞു പോകും. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഇതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൊരിച്ചെടുക്കുക, മാറ്റി വയ്ക്കാം. നമുക്ക് ആ പാനിൽ തന്നെ ഒരു ബിഗ് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു ഗ്രീൻ ചില്ലി, പിന്നെ സിനമം, പിന്നെ ക്യുമിൻ സീഡ്സ്, നമ്മൾ ജീരകം, കാർഡമം, ഒരു ഏലക്ക, ബേ ലീവ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സവാള അതിലിട്ട് കൊടുക്കുക. നന്നായിട്ട് വാടുന്നത് വരെ സവാള വഴറ്റിയെടുക്കാം. ഒരു ബിഗ് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 വലിയ തക്കാളി അരച്ച് ചേർത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബട്ടർ ചിക്കൻ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം വേറെ തൈരും മറ്റൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ തക്കാളിയാണ് ഇതിൽ പുളിയായിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇവ 4 ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ.
ഇനി നമുക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം, എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇത്രയും മതിയാവും, ഒരു 1/2 ടേബിൾ സ്പൂണോളം മതിയാവും. അതായത് ചിക്കൻ അനുസരിച്ചിട്ട് ഞാൻ 1 കിലോ താഴെ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പം അതനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കൂടുതൽ 2 കിലോ 3 കിലോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ എടുക്കണം. ഇനി മല്ലിയില മുകളിലിട്ട് കൊടുക്കുക കേട്ടോ, ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് 2 കപ്പ് അരിക്ക് നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ബസ്മതി റൈസാണ് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം ഒരു 1/2 അവർ. അതിലേക്ക് നമുക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീവ്സ് അതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മാറ്റി വെച്ച ലൈം ജ്യൂസ് കൂടി നമുക്കിതിലിട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി റൈസ് ഒരു 80% കുക്കാവുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 80% അരി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ ക്രീം ചേർത്തില്ലായിരുന്നു, ഞാനത് മറന്നുപോയി. ബട്ടർ ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലിട്ട് വേണം കേട്ടോ നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും റൈസിൻസും കാഷ്യൂസും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ മഞ്ഞപ്പൊടി കലക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം കേട്ടോ. കളറ് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഇനി നമുക്ക് ബട്ടർ ഇതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിലേക്കൊരു ചെറിയ സ്റ്റീൽ ബൗൾ ഇറക്കി വെക്കാം. നമുക്ക് ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് ചാർക്കോൾ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിന് നല്ല ചാർക്കോളിൻ്റെ സ്മെല്ല് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള എണ്ണ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഇതിലൊഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 15 മിനിറ്റോളം ഇതൊരു ചെറിയ സിമ്മിൽ അടുപ്പിൽ വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കൂടി അതുപോലെ തന്നെ വെക്കാം കേട്ടോ. അതിനുശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. ഇവിടെ ബട്ടർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.